ദുഖാൻ അല്ലെ? സൂറത്ത് ദുഖാന്റെ ഒരു ആയത്ത് കാണാം. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻളരീൻ. ഒരു കൂട്ടം ആളുകൾ ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞപ്പോ, ഭൂമിയിൽ നിന്ന് അവർ പിരിഞ്ഞപ്പോ അവർക്ക് വേണ്ടി കരയാൻ ഭൂമി തയ്യാറായില്ല, അവർക്ക് വേണ്ടി കരയാൻ ആകാശവും തയ്യാറായില്ല. എന്താ കാരണം? ഭൂമി അവർക്ക് വേണ്ടി വേദനിക്കണമെങ്കിൽ ഭൂമിയിൽ അവർ നല്ലത് ചെയ്തത് വേണ്ടേ? അതുകൊണ്ട് ഭൂമി അവർക്ക് വേണ്ടി കരഞ്ഞില്ല, ഭൂമി അവർക്ക് വേണ്ടി ദുഃഖിച്ചില്ല. എന്നാൽ അവരെ അമല് മുഴുവനും ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ ഉയർത്തപ്പെടുന്ന വല്ല അമലുകൾക്ക് വേണ്ടേ? അതുകൊണ്ട് അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ അള്ളാഹുവിനോട് സങ്കടപ്പെട്ടിട്ടില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, സ്വാലിഹായ ഒരു മനുഷ്യൻ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെട്ടാൽ, ഭൂമിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ മരണപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ഭൂമി അള്ളാഹിനോട് പറയും, പടച്ചവനെ, 1000 ആള് ഈ ഭൂമി കൂടെ നടക്കുമ്പോ ഒരാളാണ് സുജൂദ് ചെയ്യണത്, ആ സുജൂദ് ചെയ്യുന്ന ആള് വിട്ടുപിരിഞ്ഞല്ലോ. ആ സുജൂദ് ചെയ്ത സ്ഥലങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, അയാൾക്ക് സ്വർഗം കൊടുക്കണേ, അയാൾക്ക് ദോഷം പുറത്തു കൊടുക്കണേ. ഭൂമി നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും. നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് കൊണ്ടുപോയ ആ വാനലോകം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹയാത്ത് കാലത്ത് നല്ലത് ചെയ്യണം. ഇന്നാൾ ആരോ പറഞ്ഞ് നമ്മളെ കുഞ്ഞു മുഹമ്മദിന്റെ വലഭാഗത്തെ മലക്ക് പോയോലോ. ആന്റെ മലക്ക് പോയത് എന്തെങ്കിലും ഒന്ന് നല്ലത് പറയേണ്ട ഓന് മലക്ക് എഴുതണമെങ്കിൽ ഇയാൾ എത്ര കാലമായി കാത്തിരിക്കുന്നു. അങ്ങനെ ഇനി അത് ബുഖാരിയിലുണ്ടോന്ന് നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലാണ്. നല്ലത് വല്ലതും പറഞ്ഞു കിട്ടണ്ടേ? അപ്പോഴല്ലേ വലഭാഗത്തെ മലക്കെ രേഖപ്പെടുത്തുള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് 40 ദിവസം ഒരു സ്വാലിഹായ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഖബറിലേക്കാണ് പോയാൽ, ആ ഭൂമി അയാൾ സുജൂദ് ചെയ്തിരുന്ന സ്ഥലം, അയാൾ ഇത്തിക്കാഫിരുന്ന സ്ഥലം, അയാൾ ദുആ ചെയ്ത സ്ഥലം, അയാൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച സ്ഥലം, ആ ഭൂമി അള്ളാഹിനോട് പറയും, പടച്ചവനെ, അയാൾക്ക് പുറത്തു കൊടുക്കണം. പടച്ചവനെ, അയാൾ ഇവിടെ സുജൂദ് ചെയ്തിരുന്നു, അയാൾ ഇവിടെ ഇത്തിക്കാഫിരുന്നിരുന്നു, അയാൾ ഇവിടെ അത്തഹിയാത്തിരുന്നിരുന്നു, അയാൾ ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതിയിരുന്നു, അയാൾ ഇവിടെ ഇരുന്നിട്ടാണ് ഖുർആൻ ഖത്തം തീർത്തത്, അയാൾ ഇവിടെ ഇരുന്നിട്ടാണ് 4444 സ്വലാത്ത് ചൊല്ലിയത്. ഇങ്ങനെ അള്ളാഹുവിനോട് ഭൂമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും 40 ദിവസം നമുക്ക് വേണ്ടി. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനോട് എത്രയാണ് മഹബത്ത് കൂടുന്നത്. നമ്മളവിടെ പടക്കണീന്റെ മുമ്പ് തന്നെ അള്ളാഹു തആല ഇങ്ങനത്തെ ഭൂമിയെ വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഈ രൂപത്തിൽ സ്വാലിഹായ ഒരു മനുഷ്യന് വേണ്ടി ആരൊക്കെ അള്ളാഹിനോട് പറയും? ഹത്തൽ ഹീതാനു ഫിൽ മാഇ. സമുദ്രത്തിൽ ജീവിക്കുന്ന സമുദ്ര ജീവികൾ, മത്സ്യം സമുദ്രത്തിൽ ജീവിക്കുന്നതാണ്. അതുപോലെ ജീവികളൊക്കെ വെള്ളത്തിൽ താമസിക്കുന്ന ആ ജീവജാലങ്ങളടക്കം. എന്തുകൊണ്ട്? നമ്മുടെ പള്ളിയിൽ നിന്ന് ഉയരുന്ന ബാങ്ക് ആ ജീവികളൊക്കെ കേൾക്കുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് കാണാം. ഇപ്പൊ ആളുകളൊക്കെ ഹജ്ജിന് പോണ സമയമാണ്. അള്ളാഹു നിയ്യത്ത് ചെയ്തവർക്കൊക്കെ ഈ കൊല്ലം പോകാൻ ഭാഗ്യം കൊടുക്കട്ടെ. അല്ലാത്തവർക്ക് അടുത്തടുത്ത വർഷം തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞാനും നമ്മളെ ഈ മുസ്തഫാജി നമ്മൾ പോയി വന്നിട്ട് എത്ര, ഞാൻ പിന്നെ കഴിഞ്ഞ കൊല്ലം പോയി, നിങ്ങളും ഭാര്യയെല്ലാം 3 കൊല്ലം 3 കൊല്ലായി. എത്രയോ ആളുകൾ ചെയ്തവരുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനറിയില്ല ഈ ഇരിക്കുന്ന അല്ലാഹ് ജിദ്ദയിലെ രാജാവല്ലേ, അള്ളാഹു കബൂലാക്കട്ടെ. മൂപ്പര തുണക്കാരൻ്റെ കുഞ്ഞമ്മദാജി പെട്ടെന്ന് മരിച്ചുപോയി, അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഹജ്ജ് ചെയ്തപ്പോൾ ഇങ്ങനെ കഅബ തവാഫ് ചെയ്തു. ഓരോ അടി ചവിട്ടിയ ഭൂമി നമുക്ക് വേണ്ടി വിളിച്ചു പറയും അള്ളാഹിനോട്. നമ്മൾ സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ നടക്കാണ്. ഇരുട്ടുമല്ല വെളിച്ചമല്ല. അപ്പോഴാണ് സുബഹി. നല്ലോണം ഇരുട്ടുണ്ടോ? ഇല്ല. നല്ലോണം വെളിച്ചുണ്ടോ? ഇല്ല. രണ്ടും അല്ലാത്ത സമയമാണ്. അപ്പൊ ആ സമയത്ത് സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഒരു പ്രകാശം കൊടുക്കും. എവിടെ പ്രകാശം കൊടുക്കും? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അല്ലാഹു തആല നല്ല വെളിച്ചം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റില്ലേ? മിക്കവാറും നിങ്ങളെ ഇന്ത്യയൊക്കെ ഖബർ എവിടെയായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മളെ ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു. ഇനി എവിടെ പോകണം? അതെവിടെയാണ്? മഹ്ശറ എന്നുള്ളത് എവിടെയാണ്?
ഖബറിന്ന് എഴുന്നേറ്റിട്ട് മഹ്ശറിൽ പോണം. അത് എവിടെയാണത്? നമുക്ക് ഹൗദുൽ കൗസറിന്റെ അവിടെ തന്നെ. അതെവിടെയാ? ആരോടാ ചോദിക്കുക? അതിന് ആടെ കാണുന്ന ആരെങ്കിലും അവിടെ മുമ്പ് പോയി വന്നവരും അവിടെ ഉണ്ടോ? ഇവിടെ നാട്ടിൽ കൂടെ തന്നെ ആരോടും ചോദിക്കാൻ വയ്യ. ഞാൻ നാളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ രാവിലെ പോയിട്ട് ഒരു സ്ഥലത്തെത്തി, റോഡ് രണ്ടായപ്പോ അവിടെ ഒരു 5-8 ആള് നിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് വഴി ചോദിക്കട്ടെ, എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കാന്ന് ചോദിച്ചു. നോക്കുമ്പോ മംഗാളിയാവും, എനിക്ക് എന്തായാലും വഴി ചോദിക്കുന്നു. അപ്പൊ ഇവിടെ തന്നെ ആരോടും ചോദിക്കാൻ വയ്യ, പിന്നെ അവിടെ പോയിട്ട് അല്ലേ? ഓർത്തു നോക്ക് നിങ്ങൾ. അല്ലാഹു റബ്ബി, ഇവിടെ ഇപ്പൊ നമ്മളിങ്ങനെ പോരുമ്പോ ഈ ഹൈവേ റോഡിൽ കയറി പോന്നാലും ഇതിൽ പോയാലും ഇത് മാഹി, ഇത് ചൊക്കളി, മാഹി അങ്ങോട്ട് ഇഷാറത്ത്, ചൊക്കളി ഇങ്ങോട്ട്, മറ്റേ ഇത്ര കിലോമീറ്റർ, എന്നിട്ട് നമ്മൾ എത്ര വഴി വായിച്ചു. ഇത് മഹ്ശറിൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാവിലെ സുബഹി ജമാഅത്ത് നിസ്കാരത്തിന് ആരാണോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുന്നത്, ആ പള്ളിയിലേക്ക് ഇങ്ങനെ നടക്കുന്ന ആൾ ഇരുട്ടുമല്ല വെളിച്ചമല്ല, അപ്പൊ ഇങ്ങനെ നടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ സമയത്തെ നടത്തത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങള് സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റിട്ട് ഓരോ ജമാഅത്തിന് പള്ളിക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെ നിങ്ങൾ എടുത്താലും നമുക്ക് ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ ഈമാനിന്റെ വർധനവ്, നമുക്ക് അള്ളാഹിനോടുള്ള മഹബത്ത്, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം. ഖുൽ ഹുവല്ലാഹു മാത്രം ഓതുന്ന ആൾക്ക് യാസീൻ ഓതാൻ ഒരു പൂതി. ഇവരെ ചരിത്രം കേട്ടപ്പോ യാസീൻ മാത്രം ഓതുന്ന ആൾക്ക് തബാറക്ക ഓതാൻ ഒരു പൂതി. മഹാന്മാരെ ചരിത്രം കേട്ടപ്പോ തബാറക്കയും വാക്യത്തൊക്കെ മാത്രം ഓതുന്ന ആൾക്ക് ഖുർആൻ ഖത്തം തീർക്കാൻ ഒരു വല്ലാത്ത ആഗ്രഹം. മഹാന്മാരെ പറ്റി കേട്ടപ്പോ നമ്മൾ ദിക്ർ ചെല്ലുന്ന ആൾക്ക് അല്ലേ, എല്ലാം അള്ളാഹിന്റെ മുമ്പിൽ സാക്ഷി പറയും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പോ ദിക്ർ ചെല്ലാണ്, ചെറിയ ദിക്റുകളൊക്കെ ആണെച്ചാൽ എണ്ണം കുറവാ അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബഹിന്റെ ശേഷം 10 പ്രാവശ്യം, മഗ്‌രിബിക്ക് ശേഷം. അതൊന്നും തസ്ബീഹ് മാലമലല്ല ആ 10 പിടിക്കേണ്ടത്. അത് ഏത് മല പിടിക്കേണ്ടത്? അത് വിരലുമലാണ് പിടിക്കേണ്ടത്. നമ്മളെ 33 പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, ഇതൊക്കെ ഏതുമ്മ പിടിച്ചാൽ മതി? കയ്യുമ്മ തന്നെ പിടിച്ചാൽ മതി. കയ്യുമ്മ തന്നെ എണ്ണം പിടിക്കണം. 10, 25, 33 ഒക്കെ എന്തായി? 6443 ഒക്കെ വിരലുമ്മ പിടിച്ചാൽ എന്തായി പോകും? 8013 ആയി പോകും. അത് നമുക്ക് പേക്കോ. അതിന് നമ്മൾ എന്ത് വേണം? അതിന് തസ്ബീഹ് മാലിയും ബാക്കിയൊക്കെ വേണം. അതേ സമയത്ത് ചെറിയ ദിക്റുകളൊക്കെ ഏതുമ്മേ? വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ എണ്ണ. വലത്തെ കൈമ തീരുന്നില്ലെങ്കിൽ പിടിച്ചാൽ മതി. ഏതുമക്ക്? ഇടത്തെ കൈമക്ക്. എന്തിന്? നാളെ ആഖിറത്തിൽ വരുമ്പോൾ കൈകൾ സംസാരിക്കും. കൈകൾ സംസാരിക്കും. നമ്മളെ കയ്യിനോട് അല്ലാഹു തആല സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ കൈ സംസാരിക്കാണ്. സുബ്ഹാനല്ലാഹ് കൈ സംസാരിക്കാണ്. അൽഹംദുലില്ലാ കൈ സംസാരിക്കാണ്. അല്ലാഹു അക്ബർ കൈ സംസാരിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ സംസാരിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു റബ്ബി. നമ്മളെ ഖലീൽ തങ്ങൾ പാപ്പുണ്ട് സലാത്ത് നഗറിൽ, നമുക്കൊക്കെ അറിയില്ല, ബദർ സാദാത്ത്, അല്ലാഹു ദീർഘായുസ് കൊടുക്കണം. മൂപ്പർ ഖലീൽ തങ്ങൾ പാപ്പാന്റെ ജ്യേഷ്ഠൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അനുജൻ ഇബ്രാഹിം ഖലീൽ തങ്ങൾ, അതിന്റെ അനുജൻ ഹബീബുർ റഹ്മാൻ തങ്ങൾ, അതിന്റെ ജ്യേഷ്ഠൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ, അതിന്റെ ചെറിയ അനുജൻ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ. 5 തങ്ങന്മാരും നല്ല കടാകടന്മാര്, ആലിമീങ്ങള്, സയ്യിദന്മാര്, വല്ലാത്ത ഇവരൊക്കെ വളർത്തിയെടുത്ത ഉമ്മ. 90 വയസ്സിന് മുകളിലായി. ഇപ്പോ ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. അള്ളാഹു ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. തങ്ങൾ ഇതിലെല്ലാം ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ഉമ്മ ഇങ്ങനെ കിടപ്പായിട്ടൊരു കുറച്ചായി. ആ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരുന്നിട്ട് എന്റെ ഭാര്യ അവരെ കാണാൻ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ എന്താ, ആ ഉമ്മ ഇങ്ങനെ കിടക്കാണ് ബോധമില്ലാതെ, പക്ഷെ കൈ ഇങ്ങനെ. എന്തുകൊണ്ട്? ജീവിതകാലത്ത് എപ്പോഴും ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നതാ. അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ ഇളകുന്നുണ്ട്. അല്ലാഹു തആല കൂലി കൊടുക്കും. മഹാന്മാരെ സംബന്ധിച്ച് പഠിക്കണം നമ്മൾ. അത് ഉമ്മയാകാം, ഉപ്പയാകാം, സഹോദരിയാകാം, സഹോദരനാകാം, ആണാകാം, പെണ്ണാകാം.
അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ മൗലിദ് ഓതിയിട്ട് ചോറും വാങ്ങിയിട്ട് പോയാൽ പോരാ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. നമ്മളെടുത്ത് എന്ത് വേണം? അവരുമായിട്ട് ഒരു അടുപ്പം, അവരെ ജീവിതത്തെ നമ്മളിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരല്. നമ്മളൊരു കുല്ലു അല്ലാഹു ഓതുന്ന ആൾക്ക് ഔലിയാക്കളെ ചരിത്രം കേട്ടാൽ യാസീൻ ഓതാൻ പൂതിയാവണം. യാസീൻ ഓതുന്ന ആൾക്ക് ഖത്തം തീർക്കാൻ പൂതിയാവണം. വെറും ഫർള് നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള ഒരു തൗഫീക്ക് കിട്ടണം. അങ്ങനെ ഓരോന്നും ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ അള്ളാഹു ആവതാക്കണം. മഹാന്മാരെ മഹബത്ത് വെച്ചാൽ, നല്ലതിനെ മഹബത്ത് വെക്കുമ്പോഴാണ് നല്ലതിന്റെ ഒപ്പം കൂടാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ എന്തിനാണ് ഈ മഹബത്തിന്റെ കാര്യങ്ങളൊക്കെ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഏറ്റവും മഹബത്ത് വെക്കേണ്ടത് അള്ളാനെയാണ്. നമുക്കൊക്കെ റസൂലുള്ളാഹിനെ തന്നത് അള്ളാഹുവാണ്. നമുക്ക് ഖുർആൻ തന്നത് അള്ളാഹുവാണ്. നമുക്ക് അള്ളാന്റെ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി നിസ്കാരം തന്നത് അള്ളാഹുവാണ്. നമുക്ക് ഉമ്മാനെ തന്നത് അള്ളാഹുവാണ്. നമുക്ക് വാപ്പാനെ തന്നത് അള്ളാഹുവാണ്. നല്ല മനസ്സിനിണങ്ങിയ ഭാര്യയെ തന്നത് അള്ളാഹുവാണ്. നല്ല മനസ്സിന് തൃപ്തിപ്പെട്ട ഭർത്താവിനെ തന്നത് അള്ളാഹുവാണ്. എന്തൊക്കെ നിഅമത്തുകളാണ് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളത്. ആ അള്ളാനെ നമുക്ക് മഹബത്ത് വർദ്ധിപ്പിക്കണ്ടേ? മഹബത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സിയം വലിയുല്ലാഹി അവരെ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് കടന്നാൽ, കുന്ത ഖദ് അഖ്ഫൈത അംറക അവ്വലൻ സുമ്മൻ ദശർ മിൻക അൻവാറുൽ വിലായത്തി സയ്യിദി സിയം വലി ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് പടച്ചോനെ ഞാൻ ഭൂമിയിൽ സുജൂദ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവര് ഭൂമിയിൽ സുജൂദ് വർദ്ധിപ്പിച്ചു. എന്താ കാര്യം? അള്ളാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം ഏതാ? അഖറബുമാ യകൂനുൽ അബ്ദു ഇലാ റബ്ബി വഹുവ സാജിദുൻ സദഖ റസൂലുള്ളാഹി. സുജൂദിൽ കിടക്കുന്ന സമയം അള്ളാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് സുജൂദ്. ഒന്ന്. രണ്ടാമത്തത്, സുജൂദ് ചെയ്യുമ്പോൾ അതിൽ പങ്കാളിയാകാത്ത ഒരവയവവും നമ്മുടെ ശരീരത്തിലില്ല. നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് 8 അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടാണ് സുജൂദ്. 7 എണ്ണം നിർബന്ധം, 1 സുന്നത്ത്, അല്ലേ? 2 കൈവിരലുകളുടെ പല്ല നിലത്ത് വെക്കണം, 2 കാൽവിരലുകളെ പള്ള വെക്കണം, 2 മുട്ടൻകാല് വെക്കണം, നെറ്റിത്തടം വെക്കണം, മൂക്കും കൂടി എവിടെ മുട്ടിക്കണം? നിലത്ത് മുട്ടിക്കണം. അപ്പൊ 8 ആയി. എന്തേ 8 അവയവം നിലത്ത് വെച്ചത്? സ്വർഗത്തിന് 8 കവാടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ജന്നത്തി സമാനിയത്ത് അബ്വാബ്. സ്വർഗത്തിന് 8 വാതിലുണ്ട്. സുജൂദ് വർദ്ധിപ്പിക്കുന്ന ആൾക്ക് സ്വർഗത്തിന്റെ 8 കവാടവും തുറക്കപ്പെടുകയാണ്. അതാണ് മടവൂർ ശൈഖുന. ഏതൊക്കെ സുജൂദുണ്ട്? ഏതൊക്കെ സുജൂദുണ്ട്? അല്ലാഹു റബ്ബി. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് തിലാവത്തിന്റെ സുജൂദ്. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് തിലാവത്തിന്റെ സുജൂദ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ 14 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അല്ലാഹു റബ്ബി. നമ്മളിങ്ങനെ ഖുർആൻ ഓതാൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശൈത്താൻ അവിടുന്ന് മാറി നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ അടുത്തേക്ക് വന്നു. ഇനി നമ്മളിങ്ങനെ ഓതാൻ തുടങ്ങുമ്പോൾ സയ്യാഹിങ്ങളായ മലക്കുകൾ വരും, റഹ്മത്തിന്റെ മലക്കുകൾ വരും, പിന്നെ കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ വരും, ഹാഫിളീങ്ങളായ ഹഫളത്തിന്റെ മലക്കുകൾ വരും, അല്ലാഹു റബ്ബി മുഅക്കിലീങ്ങളായ മലക്കുകൾ വരും. നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോ നമ്മളെ ചുറ്റുഭാഗത്ത് ഒരു ബറ്റാലിയൻ മലായികത്തുണ്ട്. അങ്ങനെ ആ മലക്കളെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, അങ്ങനെ സുജൂദിന്റെ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ നമ്മളൊരു സുജൂദാണ് ചെയ്തു. നമ്മൾ ആ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുറ്റുഭാഗത്ത് നമ്മളോടൊപ്പം മലക്കുകളും ചേരാണ്. നമ്മളോടൊപ്പം ആരും ചേരാണ്? മലക്കുകളും ചേരാണ്. മലക്കുകൾ സുജൂദിൽ കടന്നിട്ട് നമ്മൾ സുജൂദിൽ കടന്നിട്ട് നമ്മൾ എന്ത് തസ്ബീഹ് ചൊല്ലാണ്? മലക്കുകൾ സുജൂദിൽ കടന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ ഈ മനുഷ്യൻ ഇതാ നിനക്ക് സുജൂദ് ചെയ്യുന്നു, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇയാൾക്ക് സ്വർഗം കൊടുക്കണേ. ആര് ചോദിക്ക? മലക്കുകൾ ചോദിക്ക. യാ റബ്ബ് യാ റബ്ബ്. നമ്മളെ കൂടെ എപ്പോഴും 2 മലക്കുകളുണ്ട്. ഉണ്ടോ? അല്ലേ? എന്താ ഇങ്ങക്കൊരു സംശയം? മതി. നമ്മളൊക്കെ ആമീൻ പറയുമ്പോ മലക്കുകൾ ആമീൻ പറയില്ലേ? നമ്മൾ യാസീൻ ഓതുമ്പോ മലക്കുകൾ ഓതൂലേ? എന്റെ അടുത്ത് സംശയിക്കാൻ മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബി ഇല്ല. മുസ്തഫാജി, ആ വിവരം ഈ വയ്ക്കാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം ആ മലക്ക് ജമാഅത്താണോലോ, മറ്റേ മലക്ക് വഹാബിയാണോലോ എന്ന് കേട്ടിക്കണം.
മലക്കുകൾ നമ്മളോടൊപ്പം. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് സ്വഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ആമീൻ പറഞ്ഞാൽ ആമീന്റെ പ്രകമ്പനം സൃഷ്ടിക്കുമായിരുന്നു മദീനത്തെ പള്ളി. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മം വാഫഖ തഅ്മീനുഹു തഅ്മീനുൽ മലായിക, നിങ്ങൾ ആമീൻ പറയുന്നത് മലക്കുകൾ ആമീന്റെ ഒപ്പം ചേർന്ന് വരണം. മുഹമ്മദ് മുസ്തഫ. സ്വഹാബാക്കളൊക്കെ ഒതുകൊടുക്കാണ്. ആ ഒതുകൊടുക്കുന്ന സമയത്ത് പടച്ചോനെ എനിക്ക് ആ വലല്ലാലീൻ ആമീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് സ്വഹാബാക്കൾക്ക് വലിയ ബേജാറാകുമായിരുന്നു. ആമീൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വഹാബാക്കൾ ആമീൻ നഷ്ടപ്പെട്ടു പോകുമോ, ചില സ്വഹാബാക്കളൊക്കെ അകത്തേക്ക് വിളിച്ചു പറയും ആമീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഞാൻ വരുന്നേ. ആമീൻ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ജൂതന്മാർക്ക് അസൂയുള്ളതിൽ ഏറ്റവും വലിയ അസൂയ നിങ്ങൾ ആമീൻ കൊണ്ടാണ്. എന്തുകൊണ്ട്? ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്ന ആണുങ്ങൾ ആരൊക്കെയുണ്ട്? വലിയ വലിയ ഉസ്താദുമാരുണ്ട്, നല്ല മുത്തഅല്ലിമീങ്ങളുണ്ട്, ഇരിക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ ഹാഫിളാക്കിയ കുട്ടികളുണ്ട്, ഹാജിമാരുണ്ട്, നല്ല സദക്ക ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാഹു റബ്ബി ചെറുപ്പക്കാരുണ്ട്. എത്ര ആളുകളാണ് ഇരിക്കുന്നത്? ഇതേപോലെ ഉമ്മമാര് ഇരിക്കുന്നുണ്ട്, പ്രായമുള്ളമാരുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട്, പഠിക്കുന്ന മക്കളും അല്ലാത്ത മക്കളും ഉണ്ട്. 3 പ്രസവിച്ച ഉമ്മ, 4 പ്രസവിച്ച ഉമ്മ, ഈ മക്കളൊക്കെ പോറ്റി അങ്ങനത്തെ ആളുകളൊക്കെ എല്ലാരും ഇരിക്കാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, പഠിപ്പിച്ച് വളർത്തിയ ഉസ്താദുമാർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മൾ ഒപ്പങ്ങനെ ആമീൻ പറയുന്നത് ഒരു പ്രകമ്പനമായിരുന്നു. ആമീൻ മദീനത്തെ പള്ളിയിൽ സ്വഹാബാക്കൾ ആമീൻ അതിങ്ങനെ കേൾക്കുമ്പം, ആ ഒരുമിച്ചുള്ള ആമീൻ ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കുമ്പം ഒരാളെ മറ്റേയാളെ ശക്തിപ്പെടുത്താൻ. ആമീൻ, ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. ആമീൻ, ഞങ്ങൾ ഈ അപേക്ഷ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ആമീൻ ഒരു വല്ലാത്ത വാക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി ദുആ ചെയ്തു, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, വഖദ് ഉജീബത് ദഅവതുകുമാ, രണ്ടാളെ ദുആക്കും അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു. ഏതാ രണ്ടാളെ ദുആ? മൂസാ നബി ദുആർന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. ആദം നബി ദുആർന്നു, ഹവ്വാ ബീബി ആമീൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആർന്നു, ഇസ്മായിൽ നബി ആമീൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ദുആർന്നു, മുത്ത് നബി ആമീൻ പറഞ്ഞു. എത്ര രംഗങ്ങൾ കാണാൻ. ആമീൻ അത് വല്ലാത്തൊരു സംഗതിയാണ്. അതിൽ ഏറ്റവും ടോപ്പാണ് ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അതൊക്കെ എന്താണെന്നറിയോ? ആ ആമീൻ വലല്ലാലീൻ കഴിഞ്ഞിട്ട് ഓതിയ ഇമാമിന് ഒന്ന് ശ്വാസം വിടാൻ ഒരു സമയം കൊടുക്കാം. അതാണ് റബ്ബി ഗഫിർലി എന്ന് പറയാനുള്ള സമയം. എന്നിട്ട് ഇമാമ് തുടങ്ങണം ആ, അപ്പൊ മലക്കുകളും തുടങ്ങും ആ, അപ്പൊ നമ്മളെല്ലാരും ആമീൻ ഒരുമിച്ച്. ആ ഒരുമിച്ച് ആമീൻ ആണ് വന്നാൽ നിങ്ങൾ ആമീനും മലക്കുകൾ ആമീനും ഒരുമിച്ച് വരണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായിട്ട് തരികയാണ്. എന്തൊക്കെ തരുന്നത് നിങ്ങൾ നോക്ക്. നിങ്ങൾ എല്ലാത്തിനും എത്ര ഇരട്ടിയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹിനോട് നമുക്ക് മഹബത്ത് തീരുവോ? ഞമ്മക്കിപ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരാൾ തന്നാൽ തന്നെ ഓ അന്ന് ഓൻ എന്നെ ആ സഹായിച്ചത് വല്ലാത്തൊരു സഹായം, മറക്കാൻ കഴിയൂല അല്ലേ? നമ്മളെ കല്യാണത്തിന് നമ്മൾ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോ അന്ന് ഓൻ എന്നെ ഒരു പൈസ തന്ന് സഹായിച്ചു. ഞാൻ എന്റെ കച്ചവടം ഇങ്ങനെ വല്ലാത്ത നഷ്ടത്തിലായിട്ട് എന്തു ചെയ്യും? കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ടാൽ കച്ചവടം ഒന്ന് റെഡിയാവും. അന്ന് അയാള് എന്നെ സഹായിച്ചത്. ഇങ്ങനെ നമ്മൾ എത്രയോ ഓർക്കുന്നില്ലേ? അള്ളാഹ് സഹായിച്ചതൊന്ന് ആലോചിച്ച് നോക്കുങ്ങള്. നമുക്ക് അത് മാത്രമേ മറന്നതുള്ളൂ, ബാക്കിയല്ലേ നമുക്ക് ഓർമ്മ. അല്ലേ? അള്ളാഹിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാളെ ആഖിറത്തിൽ വരുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ഭൂമി അള്ളാഹിനോട് സാക്ഷി പറയും. നമ്മളെ കൈകൾ അള്ളാഹിനോട് സംസാരിക്കും. അപ്പൊ നമ്മളെ കൈ ഇങ്ങനെ സംസാരിക്കുമ്പോ കണ്ണങ്ങൾ കയ്യിനോട് ഇഖ്റ കിതാബക ഓ തുകല്ലിമുന ഐദിഹിം, കൈകളോട് സംസാരിക്കാൻ പറയുമ്പോ കൈ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളെ കൈയിങ്ങനെ അതാ തങ്ങൾ പാപ്പാന്റെ ഉമ്മ അത്രയും ദിക്റിലിട്ട കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോ ബാക്കിയൊന്നും അനങ്ങുന്നില്ല, വിരലിങ്ങനെ. നമ്മളിതൊക്കെ ഒരു കയ്യും കണക്കും ഒക്കെ വേണം, അപ്പോഴേ നടക്കുള്ളൂ. അല്ലാതെ ഇതെല്ലാം കൊട്ടക്കണക്കിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റൂല. ഒരാളോട് ചോദിച്ചല്ലോ, അല്ലടോ ഇന്ന് നോമ്പെത്തിരാന്ന് ചോദിച്ചു. എന്തു ഉസ്താദേ എണ്ണീറ്റ് മറ്റേ മാസം കാണുമ്പോ നിർത്താന്നോ? അങ്ങനെ നോമ്പെടുക്കലല്ല. ഇന്ന് ബദരീങ്ങൾ ആണ്ടാണോ, ഇന്ന് 21-ാം രാവാണോ, ഇന്ന് 23-ാം രാവാണോ, ഇന്ന് 25-ാം രാവാണോ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ നോമ്പെടുക്കേണ്ടത്. നമ്മൾ ഓരോന്നും അപ്പൊ നമ്മളെ ഇതൊക്കെ കണ്ടങ്ങള് ഒരു കണക്കും കായൊക്കെ എല്ലാത്തിനും ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്താൽ പറ്റുമോ? വെള്ളിയാഴ്ച രാവും ലൈലത്തുൽ ഖദ്റും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഇങ്ങനത്തെ ഒരു ദിവസം ഇനി കിട്ടൂല. അതുകൊണ്ട് സുബഹി ഒരു 40 റക്അത്താണ് നിൽക്കുക. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു തആല പഠിപ്പിച്ച കണക്കും കയ്യും ഒക്കെ അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കുന്ന ചാവിയാണെന്ന് പറഞ്ഞു. കുറച്ചൊന്നിങ്ങനെ ആ ഇടയിൽ ഒഴിവുള്ള ആള് മുന്നോട്ട് കയറിയിരുന്നാൽ പിന്നെ അവിടുന്ന് വരുന്നാക്കി ഇങ്ങനെ നിങ്ങളെ ചുമലിൽ കൂടെ കയറി മുറിച്ച് വരണ്ടല്ലോ. നമ്മള് ചുമലിൽ കൂടെ അങ്ങനെ ചാടിക്കടന്ന് വരുമ്പോ നമ്മളെ പ്രത്യേകിച്ച് അത് നല്ലതല്ല. പിന്നെ വന്നാൽ തന്നെ അതെന്താക്കണം, നിർബന്ധമായാലും ഇടഭാഗത്ത് കൂടെ കാല് വെക്കാവും, വലഭാഗത്ത് കൂടെ വെക്കരുത്. വലഭാഗത്തെ മലക്ക് കുറച്ച് ശ്രേഷ്ഠതയുള്ള മലക്കാണ്, ഏതിന്റെയും വലഭാഗം. അതാ ഒരു മുസാഫ് ഓതിയിട്ട് ഇങ്ങനെ പൂട്ടി വെക്കുമ്പോ എന്ത് വേണം? മുസാഫ് ഇങ്ങനെ ഓതിയിട്ട് നമ്മൾ പൂട്ടി വെക്കുമ്പോ ഇങ്ങോട്ടല്ല പൂട്ടി വെക്കേണ്ടത്. ഇങ്ങോട്ട് പൂട്ടി വെച്ചാൽ നാളെ തുറക്കുമ്പോ ഇടഭാഗത്തേക്ക് തുറക്കേണ്ടി വരും. ഓതി കഴിഞ്ഞിട്ട് ഇങ്ങനെയാ പൂട്ടി വെക്കേണ്ടത്. ഓതിയതിനെ ഓതാത്തതിന്റെ മേൽ പൂട്ടി വെക്കുക. നാളെ തുറക്കുമ്പം ഇങ്ങോട്ട് തുറന്നാൽ വലഭാഗത്തേക്കാ തുറക്കുക. കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹ, എല്ലാറ്റിലും ഏതിനെ മുന്തിക്കണം? വലത്തേതിനെ മുന്തിക്കണം. അള്ളാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ. സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാര്, അള്ളാഹു റബ്ബി, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് കാണിച്ചെന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുത്തം കിട്ടിയിരിക്കുന്ന ആളുകൾ. അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിച്ചു. എന്തുകൊണ്ട്? അവരങ്ങനെയാ ജീവിച്ചത്. അവര് പാതിരാ സമയത്ത് പടച്ച റബ്ബിന് സുജൂദ് ചെയ്തു. മടവൂർ ശൈഖുനയോട് നമ്മളെ പൊന്മള ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ പണ്ഡിതന്മാരിൽ അഗ്രേസരനാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് ക്ഷീണുണ്ട്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പൊന്മള ഉസ്താദിനൊക്കെ മനസ്സിലാകണമെങ്കിലേ അല്ലാഹു റബ്ബി, ആഴ്ചയിൽ ഒരു ദിവസം വലിയ വലിയ മുദരിസന്മാർക്ക് ഒരു ക്ലാസ് ഉണ്ട് പൊന്മള ഉസ്താദിന്. അത് നമ്മളെ മഅദൻ സ്ഥാപനത്തിൽ വെച്ചിട്ട്. അതിൽ വരുന്ന വിദ്യാർത്ഥികൾ ആരാ? 30 കൊല്ലം ദർസ് നടത്തിയ മൊയ്ലാരി മുദരിസ്, 40 കൊല്ലം ദർസ് നടത്തിയ മുദരിസ്. അങ്ങനത്തെ മുദരിസുമാരാണ് അതിൽ എന്തിനു വരുന്നത്? ക്ലാസ്സിന് വരുന്നത്. ഈ ഓതാൻ ഇരിക്കുന്ന കിതാബ് ഉണ്ടല്ലോ, ഇത് ഒരു 10 വട്ടം ദർസ് നടത്തി കൊടുത്തിട്ടുണ്ടോ? അതാണ് ഉസ്താദ് ദർസ് നടത്തുന്നത്. ആ ദർസിന് ഇങ്ങനെയാണ് ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളെ ഭാഗത്ത് ചോദ്യം ഇങ്ങനെ വരല്ലേ. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒരു കൂശലില്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ മറുപടി പറയുമ്പോ ഒരു കിതാബിന്റെ ഒരു പേജ് ഓതിത്തീരുമ്പോഴേക്ക് ഒരു 25 ഇമാമിങ്ങൾ എഴുതിയിരിക്കുന്ന കിതാബിന്റെ ഉദ്ധരണി പൊന്മള ഉസ്താദ് കാണാതെ ഇങ്ങനെ വായിക്കും പറയും. അല്ലാഹ്, ഒരു മസ്അല ചോദിക്കുമ്പോഴേക്ക് ആ മസ്അല ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇന്ന കിതാബിൽ അത് ഇന്ന ഇമാം, ആ ഇമാം ജനിച്ചത് ഇന്ന കൊല്ലം, മൂപ്പര് മരണപ്പെട്ടത് ഇന്ന കൊല്ലം, ഒരു മറവട്ട് കിടക്കുന്നത് ഇന്ന കൊല്ലം, മൂപ്പര് ഉസ്താദുമാർ ഇന്നാള്, മൂപ്പര് ശിഷ്യന്മാർ ഇന്നാള്, മൂപ്പരെ കാലക്കാരായ ആൾക്കാർ ഇന്നാള്, മദ്ഹബിൽ മൂപ്പർക്കുള്ള സ്ഥാനം. ഇതൊക്കെ ഇങ്ങനെ ഒരാളെയും രണ്ടാളെയും അല്ല പറയുന്നത്. എത്ര ആളെ? അത് ആരോടാ പറയുന്നത്? അങ്ങനത്തെ ആലിമീങ്ങളോട്. പടച്ചോനെ നീ ദീർഘായുസ് കൊടുക്കണേ. അങ്ങനെയുള്ള പൊന്മള ഉസ്താദ് കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷം കുട്ടികളില്ല. മൂപ്പർ ഒരു പ്രാവശ്യം മടവൂർ ശൈഖുനാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ട് കുറച്ചായി, മക്കളില്ലാതെ 2 കുട്ടികൾ ഉണ്ടാവും. ഇവരെന്ത് പറഞ്ഞു? പൊന്മള ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് എന്തുണ്ടാകും? 2 കുട്ടികൾ ഉണ്ടാവും. പിറ്റേത്തെ കൊല്ലം ഭാര്യ പ്രസവിച്ചു, ഒരു കുട്ടി.
കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യ പിന്നെ പ്രസവിച്ചു 2 കുട്ടി. ആ രണ്ടും മേലും നിന്ന് 2 തന്നെ ഉള്ളൂ. മൻമോഹൻ എത്ര മക്കളാ? 2 മക്കൾ. വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പര് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് മക്കളുണ്ടാകും 2 എണ്ണം. ആ പറച്ചിൽ ഏതാ? നമ്മൾ ആലോചിക്കാം. ഞങ്ങൾ നിലമ്പൂര് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമി. അവിടെ ഉണ്ടായിരുന്ന ഒരു ആചാര്യ, പഴയ കുടുംബത്തിൽപ്പെട്ട ആചാര്യ അബ്ദുറഹ്മാൻ എന്ന ചെറുവൻ ആചാര്യ, അയാളെ പറയാം, കരുളായിരായ. അയാള് നമ്മളെ സ്ഥാപനം ഉണ്ടാക്കുന്നതിന്റെ 50 കൊല്ലം മുമ്പ് മടവൂർ ഷേഖുന അവിടെ കോഴിക്കോട് താമസിക്കുമ്പോ അവിടെ പോയിട്ട് മൂപ്പരോട് പറഞ്ഞ്, ഷേഖുന ഞാന് നിലമ്പൂര് ഒരു യത്തീംഖാന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, യത്തീംഖാന വേണ്ട, അവിടെ വേറെ സ്ഥാപനം വരുന്നു. ഇയാള് 10 കൊല്ലം കാത്ത് സ്ഥാപനം ഒന്നും വരുന്നില്ല. അപ്പൊ മൂപ്പര് മടവൂർ ഷേഖുന അടുത്ത് പിന്നെയും പോയി, ഞാന് ഇവിടെ ഒരു യത്തീംഖാന ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വന്നിരുന്നു, യത്തീംഖാന അവിടെ വേണ്ട, അവിടെ വേറെ സ്ഥാപനം വരുന്നു. മൂപ്പര് തിരിച്ചു പോന്ന്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ്, പിന്നെ 5 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ് പിന്നെയും മൂപ്പര് പോയി, ഞാൻ യത്തീംഖാന ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു. യത്തീംഖാന വേണ്ട, അവിടെ സ്ഥാപനം വരുന്ന. അങ്ങനെയാണ് നമ്മളെ സമസ്തയില് ഒരു പിളർപ്പുണ്ടായി. നമ്മളെ എല്ലാ സ്ഥലത്തും സ്ഥാപനം ഉണ്ടാക്കാനുള്ള തീരുമാനിച്ച് AP ഉസ്താദിന്റെ പടയോട്ടം വന്ന്, ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. അപ്പൊ നമ്മളെ സ്ഥാപനം എല്ലായിടത്തും ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ നിലമ്പൂര് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്തുള്ള 10-20 ആജിമാരെ കാരണന്മാരൊക്കെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ ആചാര്യ സഭയിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ സമയം തരണമെന്നോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളിന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ മടവൂർ ഷേഖുനാന്റെ അടുത്ത് പോയപ്പം ഇവിടെ ഒരു സ്ഥാപനം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു പക്ഷേ ഈ സ്ഥാപനമാണെങ്കിലോ. അൽഹംദുലില്ലാഹ്, നമ്മളാ എസ്റ്റേറ്റ് തൊഴിലാളികളെ, പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ സ്ഥാപനത്തിന് വേണ്ടി നോക്കുമ്പോ 10 സെന്റ് സ്ഥലം എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അത് എടുത്തത് തന്നെ 5 ഏക്കർ. ഇപ്പൊ അതിന്റെ 40ാം കൊല്ലത്തിലേക്ക് അടുത്ത് വരിക. 36 വർഷമായി. 36 വർഷത്തിനുള്ളിൽ 10 സ്ഥാപനമായി. അവിടെ 10 സ്ഥാപനം. മജ്മഉ ജൂനിയർ ദഅവ കോളേജ്, സീനിയർ ദഅവ കോളേജ്, മജ്മഉ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, മജ്മഉ മാഹിറ വിമൻസ് അക്കാദമി, മജ്മഉ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, മജ്മഉ ITI, ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ആ പരിസരത്ത് 20 പഞ്ചായത്തുകൾക്കുള്ളിൽ 108 പള്ളി സ്ഥാപിച്ചു. എത്ര പള്ളി? 108 പള്ളി നമ്മളായിട്ട് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ സ്ഥാപിച്ചു. അല്ലാഹു റബ്ബി. മടവൂർ ഷേഖുന പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് 55 കൊല്ലം മുമ്പ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു സ്ഥാപനം വരും. ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നവർക്ക് അവരുടെ ലോകം പറയണം. അവര് നമ്മളെപ്പോലെ പാതിരാക്ക് കൂട്ടം വലിച്ച് കിടക്കല്ല. ومن ذكر الرب المهيمين خاليا ففاضت له عيناه خوفا نكالي. കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് റബ്ബിന് മുമ്പിൽ കരയിലാണ് അവർ സുജൂദിൽ കടന്നിട്ട്. അല്ലാഹു റബ്ബി തിലാവത്തിന്റെ സുജൂദ്, ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹു തആല ചെയ്തു കൊടുത്തിരിക്കുന്ന ഓരോ നിഅമത്തിനും ഇങ്ങനെ ആലോചിച്ചിട്ട് ശുക്റിന്റെ സുജൂദ്. എന്തിനൊക്കെ ശുക്റിന്റെ സുജൂദ് ചെയ്യൽ യാ റബ്ബ്. ശുക്റിന്റെ സുജൂദ്, ഫർള് നിസ്കാരത്തിന്റെ സുജൂദ്, സുന്നത്ത് നിസ്കാരത്തിന്റെ സുജൂദ്, യാ റബ്ബ് യാ റബ്ബ്. മടവൂർ ഷൈഖുന സുജൂദ് വർദ്ധിപ്പിച്ചിരിക്കുന്ന വലിയ മഹാനാണ്. ആ സുജൂദ് ബർക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഫഅഇന്നീനി ബികസറത്തി സുജൂദ്. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ. ഞമ്മക്കും വേണ്ടി അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാൻ, ഞമ്മക്കും വേണ്ടി അള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ, അതിന് നമ്മളടുത്ത് എന്ത് വേണം? നമ്മൾ സുജൂദിനെ വർദ്ധിപ്പിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ നിസ്കരിക്കുമ്പോ ഇന്ത്യയൊക്കെ നിസ്കാരം ഒരു കോഴിക്കൊത്തി നിസ്കാരം. എന്താ കോഴിക്കൊത്തി നിസ്കാരം എന്ന് പറഞ്ഞാൽ കോഴി ഭക്ഷണം കഴിക്കാൻ എങ്ങനെ എന്നമാതിരി നമ്മള് സുജൂദിക്കാൻ പോകും, അപ്പൊ തന്നെ പോരും അല്ലേ? നമ്മളെ നിസ്കാരം ഒരു റൂഹില്ലാതെ ആകാണ്. നാളെ അമ്മാമ്മ പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങാൻ നേരത്തെ പള്ളിയിലെ മല്ലാക്ക് ഒരു ഫോൺ ചെയ്ത്, ഹലോ, നാളെ ഉസ്താദന്മാരെ ഭക്ഷണം ഞാൻ പറയാൻ വൈകിപ്പോയി. ആ ഉമ്മ വിചാരിച്ചു ഇനിയിപ്പോ എന്ത് പറയാനാ നമ്മള്, ആയിക്കോട്ടെ എന്നാണ്.
രാവിലെ എഴുന്നേറ്റിട്ട് സുബൈ നിസ്കരിക്കാം. സുബൈ നിസ്കരിക്കാൻ വേണ്ടി ഇമാമ അല്ലാഹു അക്ബർ വജ്ജഹ്തു വജിയ ലില്ലദീ ഫതറ സമാവാത്. അല്ലാഹ് മൊയിലാർ ചെലവാന്ന് പറഞ്ഞ പള്ളിയിൽ 3 ഉസ്താദാ 4 ഉസ്താദാന്ന് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പണ്ടത്തെ മൊയിലാർക്ക് മീൻ പറ്റൂലാണ്, ഇയാളേത് സൈസാന്ന് അതും അറിയില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുഫത്തിഷ് വരുന്നത് പരിസാണോന്ന് അതും അറിയില്ല. മാമ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഇന്നത്തെ നിസ്കാരമല്ല ഉസ്താദിന്റെ ചെലവായി പോയി. അപ്പൊ എന്ന മാതിരി നമ്മള് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഇങ്ങനെ പല ആലോചന അല്ലേ. നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്ന പോലെ. റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കി നിങ്ങൾ, ട്രെയിൻ ഇല്ലാത്ത സമയത്ത് നല്ല അച്ചടക്കം, അവിടെ ഒരു ശബ്ദം ഉണ്ടാവും. ട്രെയിൻ ഇങ്ങനെ വന്നാൽ എല്ലാവരും ചായ ചായ, കാപ്പി കാപ്പി, എല്ലാരും ആണ്. നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ആലോചനയില്ല. നമ്മളൊരു സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ. സ്റ്റേഷനിൽ വണ്ടി നിർത്തിയാൽ പിന്നെ വരാത്ത പോലെ ആരുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ.